കൂടാതെ അറ്റൻഡർ ഉൾപ്പെടെ പുതിയ 43 PSC നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 14 അപ്പൊ ഈ അറ്റൻഡർ പോസ്റ്റ് എന്താണെന്നും അതേപോലെ തന്നെ ബാക്കിയുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. PSCയുടെ പുതിയ നോട്ടിഫിക്കേഷനുകളും പുതിയ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ആദ്യം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന 43 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ആയിട്ട് 10 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ഡയറക്റ്റ് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ബൈ ട്രാൻസ്ഫർ 3 ഉണ്ട്. സ്റ്റേറ്റ് വൈഡ് NCA 7 വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്ട് വൈസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് 4. അതുപോലെ ഡിസ്ട്രിക്ട് വൈസ് NCA നോട്ടിഫിക്കേഷൻ 18 വന്നിരിക്കുന്നത്. അതിൽ സ്റ്റേറ്റ് വൈഡിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് അറ്റൻഡർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 199/2024 ഈ അറ്റൻഡറുടെ കാറ്റഗറി നമ്പർ. സോ ഇത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ അറ്റൻഡർ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ ബേസിക് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 5250, 8390 ആണ് ബേസിക് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. നിലവിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്, പ്രതീക്ഷിത ഒഴിവുകളാണ് നിലവിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെന്നറിയാം. ഏജ് ലിമിറ്റ് 18-36 വയസ്സാണ്. പൊതുവെ ഉള്ളതുപോലെ തന്നെ 18-36 വയസ്സാണ്. അപ്പൊ അതിൽ 1988 ജനുവരി 2 2006 ജനുവരി 1 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരം. അപ്പൊ ഇതിൽ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 39 വയസ്സ് വരെയുള്ളവർക്കും, SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 41 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 9ാം ക്ലാസ് ആണ് കേട്ടോ. 9ാം ക്ലാസ് ആണ്. ഷുഡ് ഹാവ് പാസ്ഡ് 9ാം ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 9ാം ക്ലാസ് പാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ സൈക്ലിംഗ് അറിയണം എന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്കും ഒന്നും സൈക്ലിംഗ് അറിയണമെന്നില്ല. ബാക്കിയുള്ളവർക്ക് സൈക്കിൾ അറിയണമെന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ 9ാം ക്ലാസ് ആണ് മേജർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഡിഗ്രി ഉള്ളവരൊന്നും അധിക യോഗ്യരല്ല എന്ന് ഇവിടെയും പറയുന്നില്ല. സോ അതുകൊണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയും ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ നിങ്ങൾ അയച്ചിടുക. അപ്പം എന്തായാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ടവർ അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ അവിടെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് നോക്കുന്ന സമയത്ത് കൂടുതലും ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ ഇപ്പം ബിടെക്കാർക്ക് കുറെ അവസരങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി വിളിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്കുള്ള അവസരങ്ങളുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എൻഡോക്രിനോളജി, അതേപോലെ തന്നെ സിസ്റ്റം മാനേജർ യൂണിവേഴ്സിറ്റി ഇൻ കേരളയിലേക്ക് സിസ്റ്റം മാനേജർ വിളിച്ചിട്ടുണ്ട്. ഇത് BC അല്ലെങ്കിൽ എന്താണ് MSc ഒക്കെ പറയുന്നുണ്ട്. MSc ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ യോഗ്യത ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി ഇൻ കേരളയിലെ സിസ്റ്റം മാനേജറിന്റെ അവിടെ നിങ്ങൾ ഇപ്പം PG ഒക്കെ ഉള്ളവർ, പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റിൽ PG ഉള്ളവർ ഇവിടെ ചെക്ക് എലിജിബിലിറ്റി നോക്കുമ്പോൾ അവിടെ നിങ്ങൾ യോഗ്യരാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങൾ യോഗ്യരാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ വന്നിട്ടുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിനെ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനാലിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ആണ്. അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഫുഡ് സേഫ്റ്റി വിളിച്ചിട്ടുണ്ട്. അതുപോലെ ട്രേഡ്സ്മാൻ ടേണിംഗിൽ വിളിച്ചിട്ടുണ്ട്. അതേപോലെ ടോണിങ്ങിൽ വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മെറ്റീരിയൽസ് മാനേജർ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിയാണ്. അപ്പൊ അറബി ടീച്ചർമാരുണ്ടെങ്കിൽ ഈ അവസരം കളയേണ്ട 6 ജില്ലയിലേക്കാണ് നിലവിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കിനെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ യോഗ്യരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ NCA നിയമനോട് കുറച്ച് അധികം NCA നിയമനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി ആണ്. അത് SUC നാടാർക്ക് വിളിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറെ നെഫ്രോളജി തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി നിന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഷെഡ്യൂൾ ട്രൈബിന് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറെ ഇത് വന്നിട്ടുണ്ട്. അതുപോലെ മാനേജർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ മാനേജർ ഈഴവ, തീയ, ബില്ല അവർക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നമ്മുടെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിംഗിലേക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോഡൌൺ മാനേജറിനെ വിളിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തന്നെ ഷെഡ്യൂൾ ട്രൈബിന് സ്റ്റാഫ് നഴ്സ്, അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻസ് ഗ്രേഡ് 2, അതുപോലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, ക്ലർക്ക്, ഇതൊക്കെ ഷെഡ്യൂൾ ട്രൈബ്സിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതുപോലെ NCA മറ്റു നിയമനങ്ങൾ വന്നിട്ടുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിന് ഹൈസ്കൂൾ ടീച്ചർ അറബി വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെഡ്യൂൾ ട്രൈബിനും വിളിച്ചിട്ടുണ്ട്. പിന്നെ ലാറ്റിൻ കത്തോലിക്കിന് ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് അവർക്കും വന്നിട്ടുണ്ട്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ ഉറുദുവിലെ ഷെഡ്യൂൾ കാസ്റ്റിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, പിന്നെ ഷെഡ്യൂൾ ട്രൈബ്, ഹൈസ്കൂൾ ടീച്ചർ തമിഴ് അത് വിശ്വകർമ്മ, അതുപോലെ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് തമിഴ് മീഡിയം വിശ്വകർമ്മ, ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയം SIUC നാടാരെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്വിമ്മിംഗ് ടീച്ചർ അത് വിളിച്ചിരുന്ന ഹൈസ്കൂളിലാണ് SUC നാടാർക്കാണ് വിളിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ അതേ സെയിം സാധനം തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്, ലാറ്റിൻ കത്തോലിക് വന്നിട്ടുണ്ട്, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കായി, അത് LPSനാണ്, അത് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തില് കുറേയധികം പോസ്റ്റുകൾ ഇങ്ങനെ ടീച്ചർമാർക്കും ഇപ്രാവശ്യം നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് വിശ്വകർമ്മയെ വിളിച്ചിട്ടുണ്ട്, പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് ഷെഡ്യൂൾ ട്രൈബിനെ വിളിച്ചിട്ടുണ്ട്, അതുപോലെ അറബിക്കിൽ തന്നെ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ LPS ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യനും വിളിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ ഇനി ഉള്ളത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അത് ഷെഡ്യൂൾഡ് കാസ്റ്റിന്, പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ LPS ഷെഡ്യൂൾ ട്രൈബ്, പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ LPS ഷെഡ്യൂൾ ട്രൈബ് ആണ്. യെസ്, ഇത്രയാണ് പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ അറ്റൻഡർ പോസ്റ്റ് തന്നെയാണ്, അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ്. പിന്നീട് വിളിച്ചിരിക്കുന്ന കൂടുതലും ഇതേപോലെ ടീച്ചേഴ്സ്, അത് തന്നെ NCA നിയമനവും അതുപോലെ തന്നെ SR നിയമനവുമാണ്. അതുപോലെ ടെക്നീഷ്യന്മാർക്ക് കുറച്ചധികം ഇത് വന്നിട്ടുണ്ട്. അതുപോലെ PG സയൻസ് ഉള്ളവർക്കും ഇപ്രാവശ്യം അവസരങ്ങൾ വന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻട്രിയുടെ കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എൻട്രി ആപ്പിലെ ക്ലാസ്സുകളെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കും, വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷനിൽ വരുമ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ PSC നോട്ടിഫിക്കേഷൻ വരുന്ന ഒന്നും മിസ്സാക്കരുത്. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.